നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. 1202 ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഉത്രം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഉത്രത്തിന് 2 കൂറുണ്ട്, ചിങ്ങക്കൂറുമുണ്ട്, കന്നിക്കൂറുമുണ്ട്. ചിങ്ങക്കൂറുകാർക്ക് ഈ ഫലം കേൾക്കുമ്പോൾ വളരെ വിഷമവും ദേഷ്യവുമൊക്കെ തോന്നും. നിങ്ങളെ വിഷമിക്കാൻ വേണ്ടി ഈ ഫലം പറയുന്നതല്ല. നമുക്ക് ദോഷമുള്ളത് അറിഞ്ഞാൽ നിങ്ങൾക്ക് പല കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നത്. ചിങ്ങാക്കൂറുകാരെന്ന് പറഞ്ഞാൽ നല്ല ധൈര്യവും വീര്യവും ബുദ്ധിശക്തിയും സാഹസികതയും അറിവും കഴിവും ഒക്കെ വളരെ രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മനധൈര്യം കൊണ്ടും എല്ലാവരോടും സ്നേഹവും അതേപോലെ സഹായമൊക്കെ കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിലും ശനി എട്ടി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അത് 2028 വരെ ഉണ്ട്. ഇടയ്ക്ക് ഈ ഡിസംബറോടുകൂടി ശനി രാശി മാറുന്നു എങ്കിലും പോയിട്ട് തിരിച്ച് വീണ്ടും മീനൻ രാശിയിലേക്ക് തന്നെ വരും. അഷ്ടമശനി എന്നുമുണ്ട്, വലിയൊരു ഗ്രഹപ്പഴമുണ്ട്. അപ്പോൾ ശനി എട്ടി നിൽക്കുന്ന സമയം നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും വളരെ തടസ്സം കൊണ്ട് മാത്രമേ നേടാൻ പറ്റും. പക്ഷേ തടസ്സങ്ങൾ ഒരുപാടുണ്ട്. എട്ടി ശനി നിൽക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്രോ അതികഷ്ടോ അഷ്ടമഹ എന്നാണ്. ജാതം വാ വിഫലോ എന്ന് വെച്ചാൽ നമ്മളെ പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടേണ്ടുന്ന യാതൊരുവിധ ഗുണങ്ങളും നമുക്ക് കിട്ടണില്ല എന്ന് തോന്നും. ഒരു ജോലി ഉണ്ടെങ്കിലും അതിന് പ്രൊമോഷൻ കിട്ടണില്ല, പ്രോഫിറ്റ് കിട്ടില്ല, കമ്മീഷൻ കിട്ടണില്ല, മെച്ചം കിട്ടണില്ല എന്ന് തോന്നി. നല്ല വരുമാനം കിട്ടിയാൽ പോലും അത് വേണ്ടാന്ന് തോന്നി നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായി പോകും. ഒരു ഫലവും കിട്ടണില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ഈ നഷ്ടം കൈ ഇരുന്നതും പോയി, കിട്ടാനുള്ളത് കിട്ടണതുമില്ല, തരണതുമില്ല, കടവും കൂടെ കൂടി വരുമ്പോഴുള്ളൊരവസ്ഥ. ഈ കല ഐശ്വര്യ പ്രവൃത്തിക്കൊക്കെ മങ്ങൽ, തത്വം അതികഷ്ടവും അഷ്ടം, വളരെ കഷ്ടമാണ് ഈ അഷ്ടമം. മരണസ്ഥാനവും കൂടിയാണ് ശനി എട്ടി നിന്ന്. അപ്പോൾ ശരിക്കും നമുക്ക് ശനി എട്ടി നിൽക്കുമ്പോൾ ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാർക്ക് പോലും പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളും മരണഭയങ്ങളും ഉള്ള ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ശനീശ്വരനായിരിക്കുന്ന ആ ശാസ്താവ്, മുരുകൻ, കാലഭൈരവൻ, ഹനുമാൻ ഇവരെയൊക്കെ ഒന്ന് ഭരിച്ചോളണം. മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, മൃത്യുഞ്ജയ യന്ത്രം, മൃത്യുഞ്ജയ മന്ത്രം സമയം കിട്ടുമ്പോഴൊക്കെ ജപിച്ചോളണം. വാഹനങ്ങളൊക്കെ ഓട്ടിക്കുന്നത് വളരെയധികം സൂക്ഷിക്കണം. പഴയ കാലത്ത് വാഹനങ്ങളൊന്നും ഓട്ടിച്ചൂടെന്ന് വരെ ജ്യോത്സ്യന്മാർ പറയണത് ഇങ്ങനെയുള്ള ഘട്ടം വരുമ്പോഴാണ്. വീഴ്ചയും ഒടിവും അപകടവും കടമൊക്കെ ഉണ്ടാവും. മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ട് പോകും. മൃത്യുർ വേദസ ദുഃഖം ശനി രിഹഗരുതോ ദാസവൃത്തിയാരി ഗോപി എന്നാണ് മൃത്യു. നമുക്കും മരിച്ചിളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും. വേദിസ ദുഃഖം, വേദി എന്ന് പറയുന്നത് ചെറിയ അസുഖം വന്നാലും വലിയ രോഗം പോലെ നമുക്ക് അനുഭവപ്പെടുത്തിയ ആശുപത്രിയും മരുന്നും മന്ത്രവും വേണ്ട സമയമാണ്. ദുഃഖം എന്ന് പറയുന്നത് പല പ്രകാരത്തിലുള്ള ദുഃഖം. എല്ലാവർക്കും നമ്മളുടെ സ്നേഹമുണ്ടെങ്കിലും നമുക്ക് തോന്നും അവരെല്ലാം വിരോധികളാണെന്ന് തോന്നും. ചെറിയ വിരോധികളും കേസ് വഴക്കുകളും ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കഴിയുന്നതും നമ്മൾ ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കണം. അങ്ങോട്ട് ചെന്ന് അടിയുണ്ടാക്കരുത്, കാര്യം പറയണം, കളരിക്ക് പുറത്തെന്ന് പറഞ്ഞതുപോലുള്ള പ്രതിസന്ധികളുള്ള സമയമാണ്. ദാസഭൃത്യാദി ഗോപി, ദാസന്മാരെന്ന് വെച്ചാൽ നമ്മളെ തൊഴിലാളിയെപ്പോലെ, മുതലാളിയെപ്പോലെ, സഹോദരങ്ങളെപ്പോലെ, ബന്ധുക്കളെപ്പോലെ നമുക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ആളാണ് ദാസൻ എന്ന് പറഞ്ഞാൽ. ശമ്പളം വാങ്ങിക്കാതെ സേവനം അനുഷ്ഠിക്കുന്ന ആൾക്കാർ ദാസന്മാർ. അവരൊക്കെ പിണങ്ങി പോവും. ഭൃത്യന്മാരെന്ന് വെച്ചാൽ നമ്മുടെ ജോലിക്കാരാണ് ഭൃത്യന്മാർ. എല്ലാവരും കലപിച്ചു പോകും. കമ്പനിയും സ്ഥാപനവും ഒക്കെ നടത്തണവർക്കാണെങ്കിൽ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ ജോലിയും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ തൊഴിലാളി വേണം, ആൾക്കാർ മുതലാളി വേണം, നമ്മളെ സഹായിക്കാൻ ആൾ വേണം. എങ്കിലേ നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിലും ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഒരു ഓഫീസിൽ തന്നെയും എല്ലാവരുടെയും സേവനവും സഹായവും കിട്ടിയാൽ മാത്രമേ സ്വതന്ത്രമായ രീതിയിൽ നമ്മുടെ പ്രവൃത്തികൾ വിജയിപ്പിച്ച് നേടാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും നമ്മളെ അങ്ങ് ഉപേക്ഷിച്ചതുപോലുള്ള പാരകളും ശത്രുക്കളും, നിങ്ങളൊരു അധികാരികളാണെങ്കിൽ പോലും നിങ്ങൾക്കെതിരെ നടപടികളും ശിക്ഷാ നടപടികളും ചെയ്യാത്ത കുറ്റത്തിന് പേര് ദോഷങ്ങളും ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനും കേസുമൊക്കെ ആയിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ ഉള്ളതാണ്. അത് വളരെ സൂക്ഷിക്കണം. കൂടാതെ വേഴഗ്രഹം 12-ലാണ് തുടക്കം. കാരണം
2025 6-ാം മാസം 2-ാം തീയതി മുതൽ വേഴൻ 12-ൽ വന്നിരിക്കുകയാണ്. അത് 10-ാം മാസം വരെ 12-ൽ നിന്നിട്ട് 1-ാം മാസം വരെ വീണ്ടും ചിങ്ങരാശി 1-ൽ വരും. വീണ്ടും 1-ാം മാസം മുതൽ 2027 6-ാം മാസം 26-ാം തീയതി വരെ 12-ൽ വേഴൻ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ വേഴനെന്ന് പറയുന്നത് ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ്. അപ്പോൾ വേഴൻ 12 നിൽക്കുമ്പോൾ പാവം വ്യയഞ്ച പതനം നിരയം വാമ്പുകം സ്ഥാനപ്രംശഞ്ച വൈകല്യം ദോദശേന വിചിന്തീർന്നാണ്. പാവം എന്ന് പറയുമ്പോൾ നമ്മൾ ശുദ്ധനാണെങ്കിലും ദുഷ്ടത്തരങ്ങൾ ചെയ്യാൻ ഒരു മടിയും കാണിക്കില്ല. അതാണ് പാവം എന്ന്. അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ബന്ധുക്കളെയൊക്കെ ഉപദ്രവിക്കുകയും അതും ഇതും പറയുകയും ആക്രമിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നതൊക്കെ പാവം പ്രവൃത്തിയിൽ പെട്ടതാണ്. അതാണ് പാവം. വ്യയഞ്ച എന്ന് വെച്ചാൽ എത്ര രൂപ കയ്യിരുന്നാൽ ആ പൈസ എങ്ങോട്ട് പോയെന്ന് തിരിച്ചറിയാൻ പറ്റൂല. പൈസ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കും. കൈയില്ലെങ്കിൽ ഉള്ള പൂർവിക വസ്തുക്കളും സ്വത്തുക്കളും വീടുകളും വിറ്റുകൊണ്ട് പോകാമെന്ന് തോന്നും. ജപ്തി നടപടികൾ കൂടുതലും ബാങ്ക് ഇടപാടുകളിൽ സാമ്പത്തിക കഷ്ടനഷ്ടങ്ങളുണ്ടാകും. ഒരു സമ്പന്നം പിച്ചക്കാരനായി പോകുന്ന സമയമാണെന്നാണ് 12-ാം വേഴത്തെക്കുറിച്ച് പറയുന്നത്. കാരണം വീടുണ്ട്, വസ്തുവുണ്ട്, വണ്ടിയുണ്ട്, കാഴ്ചയിൽ സർവ്വ സൗഭാഗ്യങ്ങളും ബിസിനസ്സും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന പൈസ ബാങ്കിൽ അടയ്ക്കാൻ പോലും തികയാതെ വരുമ്പോൾ നമ്മൾ പിച്ചക്കാരനെ പോലെ ആവും. അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന് വീണ്ടും ഒരു ലോണും കൂടെ കിട്ടുമെങ്കിൽ മാർഗം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കൊണ്ട് വീണ്ടും ബാങ്കിൽ ചെന്ന് സാറിനൂടെ തെണ്ടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിപ്പോവും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും. സ്ഥാനപ്രംശഞ്ച എന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നാട് വിട്ട് നിൽക്കാം, വീട് വിട്ട് നിൽക്കാം, വേറൊരു രാജ്യത്ത് പോകാമെന്നൊക്കെ തോന്നും. നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാലും അവിടെ ഉറച്ച് നിൽക്കാനുള്ള പരിപാടികൾ ചെയ്താൽ മതി. കാരണം വേറൊരു രാജ്യത്ത് അവിടെയും നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളാ, ജോലികളാ, വിസകളാ, അല്ലെങ്കിൽ ഗ്രീൻ കാർഡുകളാ, സിറ്റിസൺഷിപ്പാ, PR ഇതൊക്കെ കിട്ടാനൊക്കെ താമസമുണ്ട്. പഠിക്കാൻ വേണ്ടിയൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പം അഡ്മിഷൻ പോലും അവിടെ കിട്ടിയത് ചിലപ്പോൾ വേണ്ടാന്ന് നമുക്ക് തോന്നി കളഞ്ഞിട്ട് വരാനൊക്കെ തോന്നും. സ്ഥാനപ്രംശഞ്ച വൈകല്യം എല്ലാം പൂർത്തിയാക്കാൻ പറ്റാത്ത പല പരിപാടികളും ഇങ്ങനെ 99% വിജയവും സ്വല്പ കാര്യങ്ങളും കൂടെ നടന്നാലേ വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് തടസ്സങ്ങളും വരും. അപ്പോൾ ദൈവാനുഗ്രഹം കുറഞ്ഞിരിക്കും ആ സമയം. അതുകൊണ്ട് നമുക്ക് ഈശ്വരനെ ഭജിക്കണം. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സമയദോഷം, കാലദോഷം, ശത്രുദോഷം, മൃത്യുദോഷമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും നല്ല സമയമാണെങ്കിലും. അപ്പോൾ ജാതകത്തിലും കൂടെ നമ്മൾ നോക്കണം. നല്ല സമയമാണെങ്കിൽ ഒരുപാട് വിജയങ്ങളും നമുക്ക് ഈ കൊരുക്കിൻ്റെ മണ്ടയിൽ നേടി ജയിക്കാൻ പറ്റും. പക്ഷേ ജാതകത്തിലും എന്തെങ്കിലും ദശാകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൈ നിൽക്കാതെ നമ്മൾ ഹീറോ ആയിട്ട് ജീവിക്കേണ്ടുന്ന ഒരാൾ സീറോ ആയി പോകും. അതുകൊണ്ട് ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും കൈ ഇരിക്കുന്നത് പോകാതിരിക്കാൻ ശ്രമിക്കുകയും ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. കന്നിക്കൂറുകാർക്കാണെങ്കിൽ 11-ലും ഇടയ്ക്ക് തിബൂലം 12-ലും വേഴം വരും. ശനി 7 സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു ഡിസംബറോടുകൂടി രോഗസ്ഥാനത്തു നിന്നും ശത്രുസ്ഥാനത്തു നിന്നും മാറി 5-ലോട്ട് വരും. അപ്പോൾ രോഗവും ശത്രുവും മാറുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു ആശ്വാസം വരും. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വ്യക്തികളും 2 കാര്യത്തെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടും. ഒന്ന് രോഗം, ആശുപത്രി കയറി ഇറങ്ങി നമ്മളെ ഊപ്പാട് വരും. ഔഷധം, ചികിത്സ, ട്രീറ്റ്മെൻറ്റ്, സർജറി ഇതൊക്കെ വേണ്ടി വരുമെന്ന് പറയുന്ന ഒരവസ്ഥ മാറിക്കിട്ടും. പിന്നെ 2 ശത്രുക്കളെന്ന് പറയുമ്പോൾ നമുക്ക് എതിരെയുള്ള നിയമ നടപടികൾ, കോടതി വ്യവഹാരങ്ങളെല്ലാം ശത്രുത കൊണ്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും. അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഡിസംബറോടുകൂടി മാറിക്കിട്ടുന്നത് വളരെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഈ വേഴൻ 11-ൽ വരണ കാലം കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ 12 മാസം കൊണ്ട് നമുക്ക് നേടി ജയിക്കാൻ പറ്റും. അതാണൊരു പ്രത്യേകത. എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്നവർക്ക് രക്ഷപ്പെടും എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. 11 എന്ന് പറയുന്നത് നമുക്ക് 4 ഫലങ്ങളാണ് 11-ൽ വേഴഗ്രഹം സഞ്ചരിക്കും. 1 വിദ്യാരോഗ്യം, ദീർഘായുഷ്യവാചം, നമുക്ക് ആയുസ്സും കിട്ടും, ആരോഗ്യവും കിട്ടുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് മരിച്ചു പോകാൻ വേണ്ടി അല്ലെങ്കിൽ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഒരാൾ പോലും സുഖം പ്രാപിച്ച് നല്ലതായിട്ട് വരും. ആയുസ്സ് കിട്ടും, ആരോഗ്യം കിട്ടും. അതിപ്പം സ്വന്തമായിട്ട് ആശുപത്രി ഉള്ളവർക്ക് പോലും ആയുസ്സും ആരോഗ്യവും കിട്ടാൻ പാടാണ്.
2 ധിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശതയും എല്ലാ ദേവന്മാരുടെയും തുണയും അനുകൂലവും ഒക്കെ കിട്ടും. ദൈവാനുഗ്രഹം കിട്ടുമെന്നാണ്. അത് കിട്ടിയിട്ട് എന്തൊരു കാര്യമെന്നായിരിക്കും പുതിയ സമൂഹം ചിന്തിക്കുന്നത്. കാരണം ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സഹായം, അനുകൂലം നമുക്ക് വളരെ അനുകൂലത്തിൽ വരുമ്പോൾ എല്ലാ വിഷമതകളും ദുരിതങ്ങളും ഒക്കെ മാറാനും നല്ലത് വരാനുമുള്ള ചാൻസ് നമുക്കുണ്ടാവും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാം കിട്ടും, കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. കറണ്ട് അടിച്ചാൽ ചത്തും പോകും. അപ്പോൾ അതേപോലെ ഈശ്വര അനുകൂലം വരുമ്പോൾ നമ്മളൊരു ജനറേറ്ററായിട്ട് മാറിയണം. നമുക്ക് എന്ത് ചെന്ന് തൊട്ടാൽ അത് പൊന്നായിട്ട് അഭിവൃദ്ധിപ്പെട്ടു വരും. 3 കോടി ദോഷ വിനസ്യ ഗർഗസ്യ വചനം തഥാ. കോടി ദോഷങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം, ഈ പ്രശ്നം, എല്ലാ പ്രശ്നവും തന്നെത്താനെ അങ്ങ് മാഞ്ഞു പോകും, മാറിക്കിട്ടും. 4 പിച്ചക്കാരൻ ദരിദ്രം പോലും കോടീശ്വരനാകുമെന്നാണ് ജാതകത്തിൽ 11 വേഴ. ജീവിതത്തിൽ വേഴ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടാനും കടങ്ങൾ തീർക്കാനും കലവിച്ചു പോയവർ സ്നേഹിച്ചു വരാനും വിവാഹം, വിദ്യ, ഉദ്യോഗം, സമ്പത്ത് കിട്ടാനും വേടൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും ഒക്കെയാണ്. അപ്പോൾ ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും സൗഭാഗ്യത്തിനും ഒക്കെ പുരോഗതി കിട്ടാനും. കന്യായാം പരദേശക പ്രിയവജ കന്യാപ്രജോ അല്പാത്മജ എന്നാണ്. കന്യായാം പരദേശക പ്രിയവജ. അങ്ങനെ പരദേശം എന്ന് പറയുന്നത്, പരദേശികളെന്ന് പറയുന്നത് വിദേശി യാത്രാ പ്രവൃത്തി ഗുണങ്ങളൊക്കെ കിട്ടാനും ഈ വർഷം വളരെയധികം യോഗമുണ്ട്. പഠിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവർക്ക് കന്നിക്കൂറ് ഉത്തരത്തിന് വളരെയധികം ഐശ്വര്യവും പ്രവൃത്തിയും പുരോഗതികളും കിട്ടും. എന്നാൽ നമ്മൾ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളും കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ കുറച്ച് എളുപ്പത്തിന് കാര്യം നടക്കും. ഒരു രാജ്യത്തിൽ സ്വതന്ത്രമല്ലാത്ത ശത്രുതയും യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് പോയാൽ നമ്മളും കൂടെ ചെന്ന് പെട്ടു. സമയം നല്ലതാണെങ്കിലും നിങ്ങളതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്ത അവിടെ പോയി ഒരു പഠിക്കാൻ വേണ്ടി അവിടെ പോയി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ അടുത്തുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ നമുക്ക് പഠന വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളും കിട്ടി. നമ്മൾ അവിടെ പഠിക്കുന്നതും ഇവിടെ പഠിക്കുന്നതും ഗുണകരമായ രീതിയിൽ നമുക്ക് ബാധകമായിട്ട് വരും. പിന്നെ വേറെ സന്താനകാരകനായതുകൊണ്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാകാനും ഉള്ള മക്കൾക്ക് നല്ലതായ ഭാഗ്യങ്ങൾ കിട്ടും. മക്കൾക്ക് നല്ലത് വരികയെന്ന് വെച്ചാൽ അവർക്ക് നല്ല അഡ്മിഷൻ കിട്ടും, നല്ല വിദ്യ കിട്ടും, മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടും, വിവാഹം, സന്താനം, ഐശ്വര്യ പ്രവൃത്തികൾ, പുരോഗതികളെല്ലാം കിട്ടും. അതുകൊണ്ട് നല്ലതായിട്ട് വരും. അപ്പോൾ ഈ ശനിയുടെ മാറ്റം കന്നിക്കൂറുകാർക്ക് ഡിസംബറോടുകൂടി 8 വരും. ആ 8 നിൽക്കുന്ന കാലഘട്ടം മൊത്തം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം 8ൻ്റെ പണി കിട്ടുമെന്നാണ് ഈ ശനി 8 വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഓരോ ഗ്രഹങ്ങൾ അനുകൂലിച്ച് വരുമ്പോൾ അനുകൂലിച്ച് നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് ഗുണങ്ങൾ കിട്ടുമെങ്കിലും പ്രതികൂലിച്ച് നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് ദോഷങ്ങളുണ്ട്. അപ്പോൾ ആ ദോഷങ്ങൾ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ശനി ആയതുകൊണ്ട് നവഗ്രഹ പൂജ, മൃത്യുഞ്ജയോമം, ശനീശ്വര പൂജ, കാലഭൈരവ പൂജ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയൊക്കെ പോകണം. കൂടുതലും സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ എല്ലാം രേഖാമൂലം തന്നെ കൈകാര്യം ചെയ്യാനുള്ള പദ്ധതികൾ ചെയ്യണം. കൂടുതൽ കുരുക്കിച്ചെന്ന് നമ്മൾ ചാടി കൊടുക്കല്. കാരണം 7 ശനി നിൽക്കുന്ന കാലഘട്ടം ഈ പാപേ സപ്തമകെ ഭർത്തൃമരണം യോഗോ വിയോഗോസ്യോ എന്ന് ഭാര്യ കലവിച്ചോ ഭർത്താവ് കലവിച്ചോ ബന്ധം തെറിച്ചോ ഒക്കെ ചെയ്യുന്നതാണ്. വേഴം പറഞ്ഞ് നിൽക്കുമ്പോൾ ദാമ്പത്യവും കുടുംബവും ഐശ്വര്യവും കിട്ടുമെന്നാണ്. അപ്പോൾ ഇത് ഏതാണ് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ വേഴത്തിനാണ് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് കുടുംബകലഹവും വിരോധമൊക്കെ നിങ്ങളൊരു വാക്കുകൊണ്ട്, ഒരു സ്നേഹം കൊണ്ട്, ഒരു ഫോൺ കോൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ് വലിയ ശത്രുവിനെ പോലെ കുടുംബ കോടതിയിൽ ചെന്ന് നിൽക്കാൻ തോന്നിപ്പോകണം. അപ്പം അങ്ങനെയുള്ള ദുർവിചാരങ്ങൾ, എടുത്തുചാട്ടങ്ങളോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, സംഭാഷണങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സന്തോഷവും കുടുംബജീവിതത്തിൽ കിട്ടും. അതേപോലെ പ്രവൃത്തി രംഗങ്ങളിലും മത്സരങ്ങളിലും പരീക്ഷകളിലും ഒക്കെ നല്ലത് വരും. അപ്പോൾ ജാതകത്തിൽ നല്ല സമയമാണെന്നും കൂടെ ഒന്ന് നോക്കിക്കോണം. ജാതകത്തിന് നല്ല സമയവും കെട്ട സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല സമയമാണെങ്കിൽ വളരെയധികം ഗുണം കന്നിക്കൂറുകാർക്ക് കിട്ടും. അത് ദോഷ സമയമാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ജാതകം പരിശോധിക്കുന്ന ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാൾ, ഫീസ് ഇതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം. എന്നെ ഒരിക്കലും ഫോണിൽ വിളിക്കരുത്. കാരണം ഞാൻ തിരക്കിലിരിക്കുമ്പോൾ ജോലി കിട്ടുമോ, വിവാഹം നടക്കുമോ, ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കണമെങ്കിലും അത് ജാതകം നോക്കി വേണം അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ജാതകം അതിൻ്റെ ഗ്രഹനിലയൊക്കെ പെട്ടെന്ന് എടുക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിലും സമയക്കുറവ് കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നോക്കി പറയുന്നതിന് വാട്സപ്പിൽ തന്നെ മെസ്സേജുകൾ അയക്കണം. അങ്ങനെ നിങ്ങൾക്ക് കന്നിക്കൂറുകാർക്ക് എന്തുകൊണ്ടും ശനി മാറുന്നു അല്ലെങ്കിൽ വേഴത്തിൻ്റെ മാറ്റം ഇങ്ങനെ വരുന്നു,
അപ്പോൾ നിങ്ങൾക്ക് നല്ലതാ കെട്ടാന്ന് പലരും ചോദിക്കുന്നുണ്ട്. നല്ലത് നിങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, ദോഷങ്ങളും വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വ്യാഴത്തിൻ്റെയും ശനിയുടെയൊക്കെ മാറ്റം കൊണ്ടും വക്രം കൊണ്ടും ഒക്കെ ഉള്ള ഫലങ്ങൾ പ്രത്യേകം വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹ കടാക്ഷങ്ങളും പത്മനാഭ സ്വാമിയുടെ അനുഗ്രഹ കടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അമാവാസി കർത്തവാവ് തോറും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. ഗണപതി പൂജ, മൃത്യുഞ്ജയോമം, യമരാജ പൂജ, സർപ്പപൂജ, ഭദ്രകാളി പൂജ, അതേപോലെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, പനിനീര്, തേന് മുതലായ ഒരുപാട് വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ദ്രവ്യ കലശ അഭിഷേകങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ വരാനും ദർശനം നടത്താനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരണം. പരിഹാരങ്ങളോ പൂജകളോ വഴിപാടുകളോ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.